ഹായ് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും നമസ്കാരം. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഭാഗമെന്ന് പറയുന്നത് പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ്. അതിൽ മൂന്നാമത്തെ കാറ്റഗറിയാണ്. ആദ്യ രണ്ട് കാറ്റഗറി നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ ഭാഗം മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ്. മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ആർ ദ ഫങ്ഷൻസ് വിച്ച് ആർ യൂസ്ഡ് ടു പെർഫോം സം മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്. മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ചില ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫങ്ഷൻസ് ആണ് മാത്തമാറ്റിക്കൽ ഫങ്ഷൻ. ആ മാത്തമാറ്റിക്കൽ ഫങ്ഷനുകളിൽ നമുക്ക് പഠിക്കാനുള്ളത് 4 ഫങ്ഷൻസ് ആണ്. അതല്ലാത്ത ഫങ്ഷൻസും ഉണ്ട്. നമുക്ക് പഠിക്കാനുള്ളത് 4 ഫങ്ഷൻസ് ആണ്. ഈ മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് എല്ലാം ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സി മാത്ത് എന്ന് പറയുന്ന ഹെഡർ ഫയലാണ്. സി മാത്ത്. അപ്പോൾ നമ്മളൊരു പ്രോഗ്രാമിൽ നമ്മൾ ഇനി പറയാൻ പോകുന്ന മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ഏതെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ there must be the header file has include സി മാത്ത്. അവിടെ ഹെഡർ ഫയൽ എന്ന് പറയുന്നത് സി മാത്ത് ആണ്. അപ്പോൾ സി മാത്ത് എന്ന് പറയുന്ന ഹെഡർ ഫയൽ കൊടുത്തിരിക്കണം. ഈ ഭാഗങ്ങളൊക്കെ വളരെ സിമ്പിളാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ മുമ്പ് ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ച കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അവിടെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ചിലതൊക്കെ ചെയ്യാൻ കുറേ ബുദ്ധിമുട്ടായിരുന്നു. ആ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ C++ നമുക്ക് ലഘൂകരിച്ച് തരികയാണ്. നോക്കാം ഏതൊക്കെയാണ് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ്. ഒന്നാമത്തെ ഫങ്ഷൻ ഈസ് ABS. ABS for absolute. And this ABS function is used to find the absolute value of a number, of an integer number. ഒരു ഇൻറ്റിജർ നമ്പറിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ കാണാൻ വേണ്ടിയിട്ടാണ് എന്തുപയോഗിക്കുന്നത്? ABS എന്ന് പറയുന്ന ഫങ്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പൊ എന്താണ് അബ്സല്യൂട്ട് വാല്യൂ? അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ 10th നിന്നും കേവല വില എന്ന് പഠിച്ചിട്ടുണ്ട്. മോഡ് എന്നൊക്കെ നമ്മൾ പറയും അല്ലേ? മോഡ് -2 = 2 എന്നാണ്. അതുപോലെ മോഡ് +2 = 2 എന്നാണ്. അപ്പൊ അബ്സല്യൂട്ട് വാല്യൂ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ സൈൻ ഒഴിവാക്കിയിട്ട് അതിൻ്റെ വാല്യൂ മാത്രം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കാണുന്നത്? അബ്സല്യൂട്ട് വാല്യൂ കാണുന്നത്. അപ്പോൾ ഒരു നമ്പറിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് എന്ത്? ABS. ഓക്കെ, അബ്സല്യൂട്ട് വാല്യൂ കാണാനുള്ള ഫംഗ്ഷനാണ് ABS. ഇനി ഈ അബ്സല്യൂട്ട് വാല്യൂ കാണാനുള്ള ABS എന്ന് പറയുന്ന ഫംഗ്ഷന്റെ സിൻടാക്സ് എന്ന് പറയുന്നത് ഇൻറ്റ് ABS ഇൻറ്റ്. ആർഗ്യുമെന്റ് ആയിട്ട് നമ്മൾ കൊടുക്കുക ഒരു ഇൻറ്റിജർ വാല്യൂ ആണ്. ഒരു ഇൻറ്റിജർ വാല്യൂ നമ്മൾ ആർഗ്യുമെന്റ് ആയിട്ട് കൊടുക്കുന്നു. എന്നിട്ട് ഈ ഫംഗ്ഷൻ നമുക്ക് തരുന്ന ഉത്തരത്തിന്റെ ഡാറ്റ ടൈപ്പ്, റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത് ഇൻറ്റിജർ ആണ്. അപ്പൊ ഈ പ്രോട്ടോടൈപ്പ് അല്ലെങ്കിൽ ഈ സിൻടാക്സ് എഴുതുമ്പോൾ ആദ്യം നമ്മൾ റിട്ടേൺ ടൈപ്പ് എഴുതും. ഉത്തരത്തിന്റെ ഡാറ്റ ടൈപ്പ് ആദ്യം എഴുതും. എന്നിട്ട് ഫംഗ്ഷന്റെ പേര് എഴുതും. എന്നിട്ട് ആർഗ്യുമെന്റിന്റെ ഡാറ്റ ടൈപ്പ് എഴുതും. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ സിൻടാക്സ്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് ഫംഗ്ഷന്റെ പേര് ABS ആണ്. ഇത് ഒരു ആർഗ്യുമെന്റ് ആണ് നമ്മൾ ഇതിന് കൊടുക്കേണ്ടത്. അത് ഇൻറ്റിജർ ആണ്. അതുപോലെ ഇതിന്റെ ആൻസറും എന്തായിരിക്കും? ഇൻറ്റിജർ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇതിനൊരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ ഇങ്ങനെ എഴുതി ABS of -10 എന്ന് എഴുതി. അപ്പോൾ ഈ ABS എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താകും?
-10ന്റെ അബ്സല്യൂട്ട് വാല്യൂ കാണും. എന്താണ് നമുക്കറിയാം, എന്താ 10 ആണ് അല്ലേ. അപ്പോൾ ഇറ്റ് റിട്ടേൺസ് പറഞ്ഞാൽ നമുക്ക് എന്തുത്തരം കിട്ടും, 10 എന്ന് കിട്ടും. അപ്പോൾ ഒരു എക്സാമ്പിളാണ് ABS of -10. We will get the answer as 10. ഓക്കെ, റെഡി അല്ലേ? ഇനി മറ്റൊരു എക്സാമ്പിൾ എഴുതി, ABS of 13. 13ന്റെ അബ്സല്യൂട്ട് വാല്യൂ എന്താണ്, 13. 13 തന്നെയാണ്. അപ്പോൾ അബ്സല്യൂട്ട് വാല്യൂ കണ്ടാൽ അതിൻ്റെ സൈനും മാറ്റി വെച്ചിട്ട് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം നമുക്ക് എന്ത് ചെയ്ത് കിട്ടും, ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. ഓക്കെ, ഇനി അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞത് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ആൻ ഇൻഡിജർ ആണ്. ഇനി ഇതേപോലെ നമുക്ക് ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂവിന്റെ അബ്സല്യൂട്ട് വാല്യൂ കാണണമെങ്കിൽ അത് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ഫാബ്സ്. ABSന്റെ മുമ്പിൽ ഒരു എഫും കൂടി ഇട്ട് കൊടുക്കുക, ഫാബ്സ്. ദിസ് ഫാബ്സ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ. ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂവിന്റെ അബ്സല്യൂട്ട് വാല്യൂ കാണാനാണ്, ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറിന്റെ അബ്സല്യൂട്ട് വാല്യൂ കാണാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, ഫാബ്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതിനൊരു എക്സാമ്പിളാണ് നമ്മൾ എന്തെഴുതി, ഫാബ്സ് -2.3 എന്ന് എഴുതി നോക്കാം. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇറ്റ് വിൽ റിട്ടേൺസ് 2.3. ഓക്കെ, അപ്പോൾ ABS ഇൻഡിജറിന്റെ അബ്സല്യൂട്ട് വാല്യൂ കാണാൻ, ഫാബ്സ് ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂന്റെ അബ്സല്യൂട്ട് വാല്യൂ കാണാൻ. അപ്പോൾ ആദ്യത്തെ ഫംഗ്ഷൻ മനസ്സിലായല്ലോ. ഓക്കെ, ഒരിക്കലും മറക്കരുത്. പരീക്ഷയ്ക്ക് റൈറ്റ് എനി 2 മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ എന്നൊക്കെയാണ് ചിലപ്പോൾ പറയാം. അപ്പോൾ നമുക്ക് ഇതിൽ ഏതെങ്കിലും 2 എഴുതി കൊടുത്താൽ മതി. റൈറ്റ്? ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ഫംഗ്ഷനിലേക്ക് പോകാം. രണ്ടാമത്തെ ഫംഗ്ഷനാണ് SQRT. SQRT ആ പേരിൽ തന്നെ ഉണ്ട് അത് എന്തിനാണ് എന്ന്. This SQRT function is used to find the square root of a number. ഒരു നമ്പറിന്റെ സ്ക്വയർ റൂട്ട് കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണെന്ത്, SQRT. ഓക്കെ, ഇനി ഇതിന്റെ സിന്റാക്സ് എന്ന് പറയുന്നത് ഡബിൾ SQRT ഓഫ് ഡബിൾ എന്നാണ് സിന്റാക്സ്. ഈ സിന്റാക്സിൽ കൊടുത്തിരിക്കുന്നത് അതിന്റെ മാക്സിമം ഹയർ ഡാറ്റ ടൈപ്പ് ആയിട്ടാണ്. എന്ന് പറഞ്ഞാൽ int SQRT ഓഫ് ഇന്റ് എന്നാവാം, ഫ്ലോട്ട് SQRT ഓഫ് ഫ്ലോട്ട് എന്നാവാം, ഡബിൾ SQRT ഓഫ് ഡബിൾ എന്നാവാം. അതിൻ്റെ ഹയർ ടൈപ്പ്, അതിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഏറ്റവും വലിയ ഡാറ്റ ടൈപ്പാണ് അവിടെ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ ഒരു ഡബിൾ വാല്യൂ ആണ് നമ്മൾ ആർഗ്യുമെന്റ് ആയിട്ട് കൊടുക്കുന്നതെങ്കിൽ ആൻസറും എന്തായിരിക്കും, ഒരു ഡബിൾ ആയിരിക്കും. ഇനി ഇവിടെ ഒരു ഇൻഡിജർ ആണ് കൊടുക്കുന്നതെങ്കിൽ ആൻസറും ഇൻഡിജർ ആയിരിക്കും. ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ ആണ് കൊടുക്കുന്നതെങ്കിൽ ആൻസറും ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ ആയിരിക്കും. ഓക്കെ, ഇനി അതിനൊരു എക്സാമ്പിൾ ആണ് എന്ത്, SQRT ഓഫ് 25 എന്ന് എഴുതി കൊടുത്തു അല്ലേ. 25ന്റെ സ്ക്വയർ റൂട്ട് വർഗമൂലം നമുക്കറിയാം എത്രയാ, 5. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 5 കിട്ടും. ഇനി വലിയ നമ്പറുകൾ കൊടുത്താലും അതിൻ്റെ ഒക്കെ എന്ത് കിട്ടും, ആ സ്ക്വയർ റൂട്ട് നമുക്ക് കിട്ടും. ഇനി ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ നമ്മളിവിടെ കൊടുത്താലും അതിന് സ്ക്വയർ റൂട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അല്ലാതെ നമ്മൾ സ്ക്വയർ റൂട്ട് കാണണമെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റർക്ക് ഉപയോഗിച്ച് കാണണ്ടേ. അപ്പോൾ C++ ഈ ഫംഗ്ഷൻ ഉപയോഗിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, സ്ക്വയർ റൂട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ എന്ത് പറഞ്ഞു, ആ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസിലെ 2 ഫംഗ്ഷൻസ് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് മൂന്നാമത്തെ ഫംഗ്ഷനിലേക്ക് പോകാം. ഓക്കെ, മൂന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പവർ, POW. എന്തിനാണ് POW എന്ന് പറയുന്ന ഫംഗ്ഷൻ? ദിസ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ പവർ ഓഫ് എ നമ്പർ. ഒരു നമ്പറിൻ്റെ പവർ കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് പവർ. പവർ കാണുക എന്ന് പറഞ്ഞാൽ എക്സ്പോണന്റ് കാണാം. അപ്പോൾ നമുക്ക് 2⁻10 കാൽക്കുലേറ്റ് ചെയ്യണം നോക്കാം. 2⁻10 അല്ലെങ്കിൽ 15⁻25 കാൽക്കുലേറ്റ് ചെയ്യണം നോക്കാം അല്ലേ. 2⁻10 എന്ന് പറഞ്ഞാൽ 2നെ 10 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ്. ഈ രൂപത്തിലുള്ള പവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് പവർ. ഓക്കെ,
ഇനി ഇതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് ഡബിൾ പവർ ഡബിൾ കൊമ ഡബിൾ. ഇവിടെ 2 ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്. ഈ 2 ആർഗ്യുമെൻറ്റ്സ് നമുക്ക് മാക്സിമം ഡബിൾ വരെ കൊടുക്കാം. എന്ന് പറഞ്ഞാൽ ഇൻറ്റ് പവർ ഇൻറ്റ് കൊമ ഇൻറ്റ് ഈ രൂപത്തിലൊക്കെ നമുക്ക് കൊടുക്കാം എന്നർത്ഥം. ഓക്കെ, അപ്പോൾ 2 ആർഗ്യുമെൻറ്റ്സ് ഇത് റിസീവ് ചെയ്യും. അതുപോലെ ഇതിൻ്റെ ആൻസറും എന്തായിരിക്കും? ഒരു ആർഗ്യുമെൻറ്റ്സ് രണ്ടും ഡബിൾ ആണെങ്കിൽ ആൻസറും ഡബിൾ ആയിരിക്കും. ആർഗ്യുമെൻറ്റ്സ് രണ്ടും ഇൻറ്റിജർ ആണെങ്കിൽ ആൻസറും ഇൻറ്റിജർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ സിൻടാക്സ്. ഇനി സിൻടാക്സ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല, നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി കഴിയുന്ന ആളുകളൊക്കെ പഠിക്കാം. കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്ന ആൾക്കാർ ഈ എക്സാമ്പിൾ എന്തെങ്കിലും ഒന്ന് പഠിച്ചു വെക്കാം. എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു വൈ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് എഴുതിയാൽ മതി? പവർ എന്നെഴുതി POW എന്നെഴുതി ആദ്യം ഈ ബേസ് എഴുതുക. ഫസ്റ്റ് ആർഗ്യുമെന്റ് ബേസ് ആണ്. അതുപോലെ രണ്ടാമത്തെ ആർഗ്യുമെന്റ് ആണ് എന്ത്? എക്സ്പോണന്റ്. ഓക്കെ, ഇങ്ങനെ എഴുതിയാൽ മതി. ഇനി എക്സാമ്പിൾ വേറൊന്ന് പറയാ, 2 ക്യൂബ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് വെക്കുക. 2ന്റെ ക്യൂബ് നമുക്കറിയാം 8 ആണ്. അത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് എഴുതിയാൽ മതി? പവർ POW 2,3 എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 ക്യൂബ് 2 × 2 × 2 അതാണ് അതിൻ്റെ ആൻസർ കിട്ടുക. നമുക്ക് 2 × 2 × 2 = 8 എന്ന ആൻസറാണ് കിട്ടുക. അപ്പോൾ 2 raised to 10 എന്ന് പറഞ്ഞാൽ 10 പ്രാവശ്യം നമ്മളൊന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കണം, വളരെ ബുദ്ധിമുട്ടാണ്. അത് നമ്മൾ എന്ത് ചെയ്താൽ മതി? പവർ 2,10 എന്ന് എഴുതി കൊടുത്താൽ മതി. പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടും അല്ലേ? ഒരു 1024 എന്നുള്ള ആൻസർ കിട്ടും. അപ്പോൾ പവർ ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ പവർ ഓഫ് എ നമ്പർ. ഇപ്പം നമ്മൾ 3 ഫംഗ്ഷൻ പറഞ്ഞു, ടോട്ടൽ 4 എണ്ണം പറഞ്ഞു. ഒന്ന് ABS, മറ്റൊന്ന് FABS, അതുപോലെ SQRT, പവർ. ഇങ്ങനെ 4 ഫങ്ഷൻസ് പറഞ്ഞു. എന്തിന്? മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ആയിട്ടുള്ള 4 എണ്ണം നമ്മൾ പറഞ്ഞു. ഓക്കെ, ശരിയല്ലേ? ഇനി നമുക്ക് ഈ 4 ഫങ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. റൈറ്റ് എ C++ statement for the following. We are given a mathematical statement. X = √25 plus mod of -2 minus 2 cube. And we are asked to find the corresponding C++ statement. ഈ ഒരു എക്സ്പ്രഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള C++ സ്റ്റേറ്റ്മെന്റ് എഴുതണം. ആ സ്റ്റേറ്റ്മെന്റ് മാത്രം എഴുതിയാൽ മതി, പ്രോഗ്രാം ഒന്നും എഴുതണ്ട. നമുക്ക് എഴുതി നോക്കാം. X = ഇതെന്താ? √25. അത് കാണാനുള്ള ഫംഗ്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാ? SQRT of 25. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഈ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന ആൻസർ കിട്ടും. പ്ലസ് ഇനി ഇതെന്താ? മോഡ് -2. മോഡ് കാണാനുള്ള ഫംഗ്ഷൻ ABS of -2 മൈനസ് ഇനി 2 ക്യൂബ് എന്ത് എഴുതിയാൽ മതി? പവർ ഓഫ് 2,3. ഓക്കെ, ഇത്ര എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്തായി? അതിൻ്റെ കറസ്പോണ്ടിങ് C++ സ്റ്റേറ്റ്മെൻ്റ് ആയി. മനസ്സിലായോ? ചിലപ്പോൾ 2 മാർക്കിനോ 3 മാർക്കിനൊക്കെ ഈ രൂപത്തിലുള്ള ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചാൽ എല്ലാ മാത്തമാറ്റിക്കൽ ഫങ്ഷൻസും നമുക്ക് അറിയോ ഇല്ലയോ എന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഈ മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ആയ നമ്മൾ പഠിച്ച ABSഉം FABSഉം SQRTയും അതുപോലെ പവറും ഈ 4 ഫംഗ്ഷനും ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഹെഡർ ഫയൽ ഏതാണ്? CMath ആണ്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.